everyone, welcome back to Xylem Learning. This is SJ. Today we are going to discuss some of the most common mistakes that we use in English. ഇംഗ്ലീഷിൽ നമ്മൾ വരുത്തുന്ന ചില മിസ്റ്റേക്സിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കൂടെ കുറച്ച് ഗ്രാമർ കാര്യങ്ങളും കൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നു. നേരെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഫസ്റ്റ് വൺ, I prefer coffee than tea. കണ്ടിട്ട് വലിയ മിസ്റ്റേക്സ് ഉണ്ടെന്നൊന്നും തോന്നുന്നില്ല അല്ലേ? I prefer coffee, എനിക്ക് കോഫിയാണ് ഇഷ്ടം than ടീയേക്കാളും. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. എന്ന് വെച്ചാൽ ഒരുപാട് എക്സാംസിനൊക്കെ ചോദിക്കുന്ന ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. സാധാരണ കുട്ടികൾക്ക് ഇത് ഒരു മിസ്റ്റേക്ക് ആയിട്ട് തോന്നുന്നല്ല, കാരണം ഇതിലെന്താ കുഴപ്പം, ഒരു പ്രശ്നമില്ലാതെ നമുക്ക് തോന്നും. പക്ഷേ ദിസ് ഇസ് റോങ്, ഇത് തെറ്റാണ് അല്ലേ? എന്താണ് ഇവിടെ മിസ്റ്റേക്ക് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ പ്രപ്പോസിഷൻ ആണ് പ്രശ്നക്കാരനായിട്ട് വന്നിട്ടുള്ളത്. ഐ പ്രിഫർ കോഫി ടു ടീ എന്നാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ പ്രിഫറിൻ്റെ കൂടെ എപ്പോഴും നമ്മൾ ടു ആണ് യൂസ് ചെയ്യേണ്ടത്. പ്രിഫർ എന്ന വേർഡിൻ്റെ കൂടെ നമ്മൾ എപ്പോഴും എന്താണ് യൂസ് ചെയ്യേണ്ടത്? ടു എന്ന വേർഡാണ് യൂസ് ചെയ്യേണ്ടത്. പക്ഷെ പറയുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. നമുക്ക് പറഞ്ഞൊരു പരിചയം ഉണ്ടല്ലോ, ഐ പ്രിഫർ കോഫി ദാൻ ടീ എന്ന് പറയാനായിരിക്കും നമുക്ക് സുഖം ഉണ്ടാവുക. പക്ഷേ കറക്റ്റ് ഏതാണ്? പ്രിഫറിൻ്റെ കൂടെ ടു ആണ് വരേണ്ടത്. ഐ പ്രിഫർ കോഫി ടു ടീ എന്നാണ് പറയേണ്ടത്. ക്ലിയർ അല്ലേ? അപ്പം പിന്നെ എവിടെയാണ് ദാൻ നമ്മൾ യൂസ് ചെയ്യുക? ദാൻ നമ്മൾ ഈ കമ്പാരിറ്റീവ് ഡിഗ്രീസിലാണ് ദാൻ സാധാരണ യൂസ് ചെയ്യുക. കമ്പാരിറ്റീവ് ഡിഗ്രീസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പറയില്ലേ, സ്ട്രോങ്, സ്ട്രോങ്ങർ, സ്ട്രോങ്ങസ്റ്റ്. ഈ സ്ട്രോങ്ങർ ആണ് കമ്പാരിറ്റീവ്. ഈസി, ഈസിയർ, ഈസിയസ്റ്റ്. ഈസിയർ ആണ് കമ്പാരിറ്റീവ്. ഇത് പോസിറ്റീവ്, കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ്. ഓക്കെ, ഇപ്പോൾ ഓൾഡ്, ഓൾഡർ, ഓൾഡസ്റ്റ്, ഓൾഡർ. ഓക്കെ, അതുപോലെ യങ്, യങ്, യങ്ങസ്റ്റ്. അപ്പോൾ ഈ പറയുന്ന യങ്ങർ, ഓൾഡർ, സ്ട്രോങ്ങർ ഇവന്മാരുടെ കൂടെയാണ് നമ്മൾ ദാൻ ഉപയോഗിക്കുക. സ്ട്രോങ്ങർ ദാൻ, ഓൾഡർ ദാൻ, യങ്ങർ ദാൻ എന്നാണ് സാധാരണ നമ്മൾ എന്ത് ചെയ്യുക? ഈ ദാൻ ഉപയോഗിക്കുക. പ്രിഫറിൻ്റെ കൂടെ ടു ആണെന്ന് ഉറപ്പിക്കുക. റെഡി അല്ലേ? അപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചേ. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. യു സ്പീക്ക് ഇംഗ്ലീഷ് ഗുഡ്. മിസ്റ്റേക്ക് ഉണ്ട് അല്ലേ? യു സ്പീക്ക് ഇംഗ്ലീഷ് ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് റോങ്, അത് തെറ്റാണ്. പിന്നെ എന്താണ് ഇതിൽ കറക്റ്റ് വൺ? യെസ്, ലാംഗ്വേജസ് ആവുമ്പോൾ, ഭാഷ പഠിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കേണ്ടത് ഈ ഗുഡ് എന്ന വേർഡിന് പകരം അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് വെൽ ആണ്. യു സ്പീക്ക് ഇംഗ്ലീഷ് വെൽ. നന്നായി നീ ഇംഗ്ലീഷ് സംസാരിക്കും. ഓക്കെ, അപ്പോൾ വെൽ എന്ന വേർഡുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ റീപ്ലേസ് ചെയ്യണം. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ്, ഷീ ഈസ് ലിസണിങ് എ സോങ്. അത് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അവിടെ എന്തോ ഒരു കുഴപ്പമുണ്ട്, സെൻറ്റൻസ് കറക്റ്റ് അല്ല. ഷീ ഈസ് ലിസണിങ് എ സോങ്. എന്തിൻ്റെ ഒരു പോരായ്മ ഉള്ളത് പോലെ ഉണ്ട് അല്ലേ? എന്തോ ഒരു വേർഡും കൂടെ അവിടെ ആഡ് ചെയ്യാനുണ്ടെന്ന് നമുക്ക് തോന്നുന്നു. യെസ്, ഷീ ഈസ് ലിസണിങ് എ സോങ് അല്ല, അവിടെ ഒരു പ്രപ്പോസിഷൻ ചേർക്കാനുണ്ട്. ഷീ ഈസ് ലിസണിങ് ടു എ സോങ് എന്ന് വേണം. ടു എന്ന് പറയുന്ന പ്രപ്പോസിഷൻ അവിടെ വന്നാൽ സംഗതി ഓക്കെ ആണ്. അപ്പോൾ എന്താണ് ആൻസർ? എന്താണ്? ഷീ ഈസ് ലിസണിങ് ടു എ സോങ് ഈസ് കറക്റ്റ്. നെക്സ്റ്റ് വൺ, ഷീ ഈസ് മാരിഡ് വിത്ത് എ ഡോക്ടർ. ഇവിടെയും പ്രപ്പോസിഷൻ തന്നെയാണ് വില്ലനായി വരുന്നത്. വിത്ത് എ ഡോക്ടർ എന്ന് പറയുന്നത് കറക്റ്റ് അല്ല. വി മാരി സംവൺ, വി ഗെറ്റ് മാരീഡ് വിത്ത് സംവൺ അല്ല, വി ഗെറ്റ് മാരീഡ് എന്താണ്? ടു സംവൺ എന്നാണ് പറയാ. അല്ലെങ്കിൽ ഷീ ഗോട്ട് മാരീഡ്, ഷീ ഈസ് മാരീഡ് ടു എ ഡോക്ടർ എന്നാണ് പറയാ. അല്ലാതെ ഷീ ഈസ് മാരീഡ് വിത്ത് എ ഡോക്ടർ എന്നല്ല കറക്റ്റ് ഇംഗ്ലീഷ്. ഓക്കെ, പക്ഷെ പറയുമ്പോൾ നമുക്ക് ശരിയല്ലേ എന്നൊക്കെ തോന്നിപ്പോവും ഈ ഷീ ഈസ് മാരീഡ് വിത്ത് എ ഡോക്ടർ എന്ന്. പക്ഷെ വിത്ത് അല്ല നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ട പ്രപ്പോസിഷൻ എന്താ ഉപയോഗിക്കേണ്ടത്? ടു ആണ് യൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ, വി അറൈവ്ഡ് ടു ദ വില്ലേജ്. ആർക്ക് പറയാം? വി അറൈവ്ഡ് ടു ദ വില്ലേജ്. എന്താണ് അവിടെ മിസ്റ്റേക്ക്? യെസ്, വി അറൈവ്ഡിൻ്റെ കൂടെ ഉപയോഗിച്ചിരിക്കുന്ന ആ പ്രപ്പോസിഷൻ ആണ് പ്രശ്നക്കാരൻ. ഓക്കെ, അവിടെ എന്താ നമ്മൾ കറക്റ്റ് ഉപയോഗിക്കേണ്ടത്? വി അറൈവ്ഡ് അറ്റ് ദ വില്ലേജ് എന്നാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. വി അറൈവ്ഡ് അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ, വി അറൈവ്ഡ് അറ്റ് ദ സ്കൂൾ. ഓക്കെ, വി അറൈവ്ഡ് ടു ദ വില്ലേജ് അല്ല, വി അറൈവ്ഡ് എത്തിച്ചേരുക എവിടെ? അറ്റ് ദ വില്ലേജ്, അറ്റ് ദ സ്കൂൾ. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അവിടെ മിസ്റ്റേക്ക് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയേ. There are so much people എന്ന് പറയുന്ന ഈ സെൻറ്റൻസിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, അത് എന്താണെന്ന് പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ചിട്ട് കമൻറ്റ് ബോക്സിലേക്ക് വരിക. There are so much people എന്ന് പറയുന്ന ഈ സെൻറ്റൻസിൻ്റെ അകത്ത് എന്തോ ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു വിഷയമുണ്ട്. അതെന്താണെന്ന് വേഗം കമൻറ്റ് ബോക്സിലേക്ക് വന്നിട്ട് ഒന്ന് എഴുതുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ലൈക്ക് ബട്ടൺ അമർത്തുക. അതുപോലെ തന്നെ കൂടുതൽ ഇതുപോലുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
Okay, this is Mohammed Shaju signing off from Xylem Learning. See you in another video. Thank you.